സതീഷ് നോക്കൂ, അന്തരീക്ഷം നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതൊക്കെയാണ്. പക്ഷെ നിങ്ങൾ നിലമ്പൂർ തോറ്റു, ലോക്സഭയിൽ തോറ്റു, നിങ്ങൾ തദ്ദേശത്തിൽ ഒരിക്കലും വിചാരിക്കാത്ത തോൽവി തോറ്റു. അപ്പൊ തെരഞ്ഞെടുപ്പിന്റെ കഥ എടുത്താൽ തോറ്റതാണ് കഥ. ശരിയാണ്, നിങ്ങൾക്ക് ഭയങ്കര PR എക്സസൈസ് നടത്താൻ പറ്റി, പരസ്യം കൊടുക്കാൻ പറ്റി, നിങ്ങൾക്കൊരു നെഗറ്റീവ് സെറ്റ് ചെയ്യാൻ ഈ 3 ആഴ്ച കൊണ്ട് പറ്റിയിട്ടുണ്ട്. പക്ഷേ സമീപ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നിങ്ങളെ ജനം തോൽപ്പിച്ചതാണ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ജയിച്ചു കളയുന്നുള്ളത് നിങ്ങളുടെയും ഒരു ഓവർ കോൺഫിഡൻസ് ആണോ? അല്ല, ഞങ്ങൾ ജനങ്ങളോടൊപ്പമാണ് എന്ന നല്ല വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അത് ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന വിശ്വാസമാണ്. ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടാനും അവരാഗ്രഹിക്കുന്ന വികസന പ്രവർത്തനത്തിൽ കേരളത്തിൽ അതിൻ്റെ മുന്നോട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്താനും ഏത് പ്രതിസന്ധിയിലും ഒരു കൈത്താങ്ങായി ഒരു സർക്കാർ കൂടെയുണ്ട് എന്ന ബോധം ജനങ്ങളിലേക്ക് എത്തിക്കാനും അതോടൊപ്പം ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും അത് കൂടുതൽ ശക്തമായി തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും എന്ന ഒരു വിശ്വാസം ആർജിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എപ്പോൾ വാർത്താ സമ്മേളനം നടത്തുന്നു എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ മുന്നിലുള്ള ഒരു പ്രശ്നം. ഇന്നലെയായിരുന്നെങ്കിലും ഇന്നാണെങ്കിലും നാളെയാണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം തീരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പട്ടിക ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. പക്ഷേ ഇവിടെ നേരത്തെ നവാസ് സൂചിപ്പിച്ച പോലെയല്ല കാര്യങ്ങൾ. അല്ലെങ്കിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ വെച്ച് കാര്യങ്ങളെ വിലയിരുത്താൻ വേണ്ടി കഴിയില്ല. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ ഞങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. വിവിധങ്ങളായ ഘടകങ്ങളുണ്ടായിരുന്നു. ആ ഘടകങ്ങൾ ജനങ്ങളുമായി ഞങ്ങൾ സംവദിച്ചിട്ടുണ്ട്, പങ്കുവച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം ഒരു കാര്യം കൂടിയുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ഏതാണ്ട് 12 ലക്ഷത്തോളം വോട്ട് UDF തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കുറയുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് കുറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് വർദ്ധിപ്പിക്കാനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞത്. അതായത് ഞങ്ങൾ മുന്നോട്ടാണ് പറ്റിയതെന്നും പരിഹാര മാർഗ്ഗങ്ങൾ വേണമെന്ന് നിങ്ങൾ ആലോചിക്കുകയും നിങ്ങൾ അതിനുവേണ്ടി ഗൃഹസന്ദർശനം നടത്തുകയും കറക്റ്റീവ് മെഷേഴ്സ് എടുക്കുകയും ചെയ്തെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്നത് ജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങളുടെ സർക്കാർ ചെയ്ത നല്ല കാര്യങ്ങളുടെ ഭാഗമായി എന്നൊക്കെ പറയുമ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷന് തൊട്ട് മുൻപല്ലേ ഒരു മിനി ബജറ്റ് പോലെ ഒരു വാർത്താ സമ്മേളനം പിണറായി വിജയൻ മുഖ്യമന്ത്രി നടത്തുന്നത്? അത് നടത്തിയതിന്റെ പിറ്റേന്ന് നടന്ന ഇലക്ഷനിൽ നിങ്ങൾ തോറ്റുപോയി എന്ന് വെച്ചാൽ ജനം മറ്റേതോ കാരണത്താൽ നിങ്ങളോടൊരു വൈമുഖ്യത്തിലാണുള്ളത് എന്ന പ്രശ്നം അവിടെ ഇല്ലേ? ഞങ്ങൾ നടത്തുന്ന പോലും കൃത്യമായി വിലയിരുത്തുകയോ പറയുകയോ ചെയ്തിട്ടില്ല ജനങ്ങളോട്. തോൽവിയുടെ കാരണം, തോൽവി എന്നത് വ്യാഖ്യാനിക്കപ്പെടുകയാണ്. അതവിടെ നിൽക്കട്ടെ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ അതിനുശേഷം ഉണ്ടായ സംഭവവികാസങ്ങൾ, ആ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കൂടി നാം പരിശോധിക്കേണ്ടതുണ്ട്. കേരളത്തിലെ നിയമസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാകുമ്പോൾ പൊതു കേരളത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ജനങ്ങൾക്കുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് വലിയ ഒരു ജനങ്ങളുടെ മുന്നിലേക്ക് കാര്യങ്ങൾ തുറന്നു കാണിക്കാനുള്ള അവസരം നൽകിയത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. ഒരു ജാഥ നടത്തി അതിൻ്റെ മുദ്രാവാക്യമായി വെച്ചതെന്തായിരുന്നു? കേരളത്തെ വീണ്ടെടുക്കാൻ എന്നാണ്. വീണ്ടെടുക്കാൻ എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ, അതായത് 10 വർഷം മുമ്പ് എന്തായിരുന്നു കേരളം എന്ന് ഓർമ്മപ്പെടുത്താൻ VD സതീശൻ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് 10 വർഷം മുമ്പെയുള്ള UDF ഗവൺമെന്റിനെ ആ ചർച്ചയിലേക്ക്, താരതമ്യത്തിലേക്ക്, ഇടതുപക്ഷവും UDF തമ്മിലുള്ള ഒരു താരതമ്യത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞത്.